ഹലോ ട്രേഡേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ്. അപ്പോൾ നമ്മുടെ ഫോറക്സ് മാർക്കറ്റിനെ പറ്റിയിട്ട് A to Z കാര്യങ്ങൾ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കുന്ന ഈ ഒരു സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഈ ഒരു ലേൺ ടു ട്രേഡ് എന്ന സീരീസിൻ്റെ ആദ്യത്തെ എപ്പിസോഡാണിത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നോട്ട്ബുക്കും പെന്നും കയ്യിലെടുത്ത് വയ്ക്കുക. പഠിക്കുന്ന ഓരോ കാര്യങ്ങളും നോട്ടിൽ എഴുതി തന്നെ മുന്നോട്ട് പോവുക. നോട്ട് എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ വേണം നോട്ട് എഴുതേണ്ടത്. അത് മലയാളത്തിലാണെങ്കിൽ മലയാളത്തിൽ എഴുതാം, മംഗ്ലീഷിലാണെങ്കിൽ മംഗ്ലീഷിൽ എഴുതാം. നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ മാത്രം നോട്ട് എഴുതി മുന്നോട്ട് പോവുക. അപ്പോൾ നമുക്ക് നേരെ ഈ ഒരു സെഷനിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ഫോറക്സ് മാർക്കറ്റിനെ പറ്റിയിട്ടാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഫോറക്സ് അഥവാ ഫോറിൻ എക്സ്ചേഞ്ച്. ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെ ഷോർട്ട് ഫോമാണെന്ത് ഫോറക്സ് എന്നത്. ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെ ഷോർട്ട് ഫോമാണ് ഫോറക്സ്. അപ്പോൾ ഇവിടെ കറൻസികളാണ് നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഗ്ലോബലി എടുത്ത് നോക്കുവാണെങ്കിൽ ഒരുപാട് ടൈപ്പ് ഓഫ് ഫൈനാൻഷ്യൽ മാർക്കറ്റ് ഉണ്ട്. സ്റ്റോക്ക് മാർക്കറ്റ് ഉണ്ട്. സ്റ്റോക്ക് മാർക്കറ്റ് എന്താണ്? ഷെയറുകൾ ട്രേഡ് ചെയ്യപ്പെടുന്ന മാർക്കറ്റിനെയാണ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് വിളിക്കുന്നത്. അതേസമയം ക്രിപ്റ്റോ കറൻസി മാർക്കറ്റ് ഉണ്ട്. അതായത് ഡിജിറ്റൽ കറൻസീസ് മേടിക്കാനും വിൽക്കാനും കഴിയുന്ന മാർക്കറ്റിനെയാണ് നമ്മൾ ക്രിപ്റ്റോ കറൻസി മാർക്കറ്റ് എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ ഡെറിവേറ്റീവ് മാർക്കറ്റ് ആയിട്ടുള്ള ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ കോൺട്രാക്റ്റുകൾ ട്രേഡ് ചെയ്യപ്പെടുന്ന മാർക്കറ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ പല തരത്തിലുള്ള ഫൈനാൻഷ്യൽ മാർക്കറ്റ് നമുക്ക് ഗ്ലോബലി കാണാനായിട്ട് സാധിക്കും. അതേസമയം നമ്മുടെ ഈ ഒരു ഫോറക്സ് മാർക്കറ്റിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ രാജ്യങ്ങളുടെ കറൻസികളാണ് ട്രേഡ് ചെയ്യപ്പെടുന്നത്. GBP ഗ്രേറ്റ് ബ്രിട്ടൻ പൗണ്ട്, JPY ജപ്പാനീസ് യെൻ. അപ്പോൾ ഇത്തരത്തിലുള്ള രാജ്യങ്ങളുടെ കറൻസികൾ ട്രേഡ് ചെയ്യപ്പെടുന്ന മാർക്കറ്റാണ് ഫോറക്സ് മാർക്കറ്റ്. ശരിക്കും പറഞ്ഞാൽ ഫോറക്സ് മാർക്കറ്റിൽ എന്താണ് സംഭവിക്കുന്നത്? ഓൾറെഡി ഞാൻ പറഞ്ഞു, ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റാണ്. ഫോറിൻ എക്സ്ചേഞ്ച് അതിൻ്റെ ഷോർട്ട് ഫോമാണെന്ന് ഫോറക്സ് എന്നത്. വളരെ സിമ്പിളായിട്ട് എന്താണ് ഈ ഒരു ഫോറക്സ് മാർക്കറ്റിൽ നടക്കുന്നത് എന്ന് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഞാൻ ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിലിരിക്കുന്നത് ഇന്ത്യൻ റുപ്പിയാണെന്ന് കരുതുക. ഓക്കെ, അപ്പം ഞാൻ ഇവിടുന്ന് നേരെ US പോകുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ റുപ്പി കൊണ്ട് US ഒരു പ്രോഡക്റ്റോ കാര്യങ്ങളോ നമുക്കൊന്നും മേടിക്കാനായിട്ട് കഴിയില്ല. അതിന് അവിടുത്തെ കറൻസി തന്നെ ആവശ്യമായിട്ട് വേണ്ടി വരും. പക്ഷേ എൻ്റെ കയ്യിലൊരു 10,000 രൂപ ഇന്ത്യൻ റുപ്പിയാണ് ഇരിക്കുന്നത്. അതവിടെ കൊണ്ടുപോയിട്ട് യാതൊരു കാര്യവുമില്ല. ഞാൻ എന്ത് ചെയ്യുന്നു, അവിടെ US എത്തിയതിനു ശേഷം അവിടുത്തെ ഒരു എക്സ്ചേഞ്ചിലേക്ക് പോകുന്നു. എൻ്റെ 10,000 രൂപ കൊടുത്തുകൊണ്ട് അതിൻ്റെ വാല്യൂവിനനുസരിച്ചിട്ടുള്ള US ഞാൻ തിരിച്ച് മേടിക്കുന്നു. അവിടെ എന്താ സംഭവിച്ചത്? നമ്മുടെ ഇന്ത്യൻ റുപ്പി കൊടുത്തുകൊണ്ട് എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, US ആണ് അവിടെ മേടിച്ചത് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. അപ്പോൾ ഇത്തരത്തിൽ കറൻസികൾ എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്ന മാർക്കറ്റിനെയാണ് നമ്മൾ ഫോറക്സ് അല്ലെങ്കിൽ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് എന്ന് വിളിക്കുന്നത്. ഇത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഒരു കറൻസി കൊടുത്തുകൊണ്ട് മറ്റൊരു കറൻസി എക്സ്ചേഞ്ച് ചെയ്ത് മേടിക്കുന്നതാണ് ഫോറക്സ് മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമ്മളിപ്പോൾ ഫോറക്സ് മാർക്കറ്റ് അങ്ങനെ കറൻസി എക്സ്ചേഞ്ച് ചെയ്ത് മേടിക്കാൻ വേണ്ടിയിട്ടല്ല, ട്രേഡ് ചെയ്ത് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫോറക്സ് മാർക്കറ്റിനെ യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എങ്ങനെ ട്രേഡ് ചെയ്യാം, ഫോറക്സ് മാർക്കറ്റിൽ എങ്ങനെ നമുക്ക് ഇത്തരത്തിൽ കറൻസി പെയറുകൾ മേടിക്കാം, വിൽക്കാം, കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ പഠിച്ച് മനസ്സിലാക്കുന്നുണ്ട്. ജസ്റ്റ് ഇത്ര ഒന്ന് മനസ്സിലാക്കുക, ഫോറക്സ് മാർക്കറ്റ് എന്നത് കറൻസികൾ നമുക്ക് മേടിക്കാനും വിൽക്കാനും കഴിയുന്ന മാർക്കറ്റാണ്. അപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞു, കറൻസികൾ ട്രേഡ് ചെയ്യപ്പെടുന്ന മാർക്കറ്റാണ് ഫോറക്സ് മാർക്കറ്റ് എന്നത്. അപ്പോൾ നമ്മൾ ഗ്ലോബലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ടൈപ്പ് ഓഫ് ഫൈനാൻഷ്യൽ മാർക്കറ്റ് നമുക്ക് കാണാൻ കഴിയും. അതിൽ തന്നെ ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഫൈനാൻഷ്യൽ മാർക്കറ്റാണ് ഫോറക്സ്. 7.5 ട്രില്യൺ മുകളിലാണ് ഒരൊറ്റ ദിവസം തന്നെ ആവറേജ് ഡെയിലി ട്രേഡിംഗ് വോളിയം നമ്മുടെ ഈ ഒരു ഫോറക്സ് മാർക്കറ്റിൽ വന്നു പോകുന്നത്. അതായത് ഇന്ത്യൻ GDPയെക്കാളും ഇരട്ടിയോളമാണ് ഒരൊറ്റ ദിവസം തന്നെ നമ്മുടെ ഈ ഒരു ഫോറക്സ് മാർക്കറ്റിൽ വന്നു പോകുന്നത്. 7.5 ട്രില്യൺ മുകളിൽ. സോ അത്രത്തോളം വലുതാണ് നമ്മുടെ ഈ ഒരു ഫോറക്സ് മാർക്കറ്റ് എന്ന് മനസ്സിലാക്കുക. കൂടാതെ 24 മണിക്കൂറും ഫോറക്സ് മാർക്കറ്റ് ഓപ്പൺ ആണ് 5 ദിവസം. 24 അവേഴ്സും ഫോറക്സ് മാർക്കറ്റ് ഓപ്പൺ ആണ് 5 ദിവസം. തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി. സാറ്റർഡേ സൺഡേ നോക്കുവാണെങ്കിൽ, ശനിയും ഞായറും നോക്കുവാണെങ്കിൽ ഫോറക്സ് മാർക്കറ്റ് കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആണ് എന്ന് മനസ്സിലാക്കുക. ഇനി അതുകൂടാതെ നമ്മുടെ ഒരു ഫോറക്സ് മാർക്കറ്റിൽ എടുത്ത് നോക്കുവാണെങ്കിൽ 180 കൂടുതൽ കറൻസി പെയറുകൾ നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ കറൻസികളാണ് ട്രേഡ് ചെയ്യപ്പെടുന്നത് നമ്മൾ പഠിച്ചു. അപ്പോൾ ഒരൊറ്റ കറൻസി മാത്രമായിട്ട് നമുക്ക് മേടിക്കാനോ വിൽക്കാനോ ഒന്നും കഴിയില്ല. ജസ്റ്റ് എക്സാമ്പിൾ, US മാത്രമായിട്ട് മേടിക്കാനോ വിൽക്കാനോ കഴിയില്ല. JPY ജപ്പാനീസ് യെൻ മാത്രമായിട്ട് മേടിക്കാനോ വിൽക്കാനോ കഴിയില്ല. 2 രാജ്യങ്ങളുടെ കറൻസികൾ ചേർന്ന പെയറുകളായിട്ടാണ് ഫോറക്സ് മാർക്കറ്റിൽ കറൻസികൾ നമുക്ക് മേടിക്കാനോ വിൽക്കാനോ ഒക്കെ കഴിയുന്നത്. അതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി അടുത്ത സെഷനിൽ പഠിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ കറൻസി പെയർ എന്താണെന്നും അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിച്ച് മനസ്സിലാക്കുന്നതാണ്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കുക, 180 കൂടുതൽ കറൻസി പെയറുകളിൽ നമുക്ക് ഫോറക്സ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്തുകൊണ്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി നമ്മൾ ഓൾറെഡി പറഞ്ഞു, ലോകത്തെ ഏറ്റവും വലിയ ഫൈനാൻഷ്യൽ മാർക്കറ്റാണ് ഫോറക്സ് എന്നത്. 10 മില്യണിൽ കൂടുതലാണ് റീറ്റെയിൽ ട്രേഡേഴ്സ് പാർട്ടിസിപ്പേഷൻ നമുക്ക് ഫോറക്സ് മാർക്കറ്റിൽ കാണാനായിട്ട് സാധിക്കുന്നത്. 10 മില്യൺ പ്ലസ്. അതായത് നമ്മുടെ ഒരു ഓവറാൾ നമ്മുടെ ഇന്ത്യക്കകത്ത് മാത്രമല്ല ഗ്ലോബലി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 10 മില്യണിൽ കൂടുതലാണ് റീറ്റെയിൽ ട്രേഡേഴ്സിൻ്റെ പാർട്ടിസിപ്പേഷൻ ഫോറക്സ് മാർക്കറ്റിൽ വരുന്നത്. ആരാണ് റീറ്റെയിൽ ട്രേഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോലുള്ള സാധാരണ ആൾക്കാരാണ്. ചെറിയൊരു എമൗണ്ട് യൂസ് ചെയ്തുകൊണ്ട് ഫോറക്സ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നവരെയാണ് നമ്മൾ റീറ്റെയിൽ ട്രേഡേഴ്സ് എന്ന് വിളിക്കുന്നത്. 10 മില്യണിൽ കൂടുതൽ റീറ്റെയിൽ ട്രേഡേഴ്സാണ് ഫോറക്സ് മാർക്കറ്റിൽ ദിനം പ്രതി
നമ്മുടെ ഫോറക്സ് മാർക്കറ്റിൽ തന്നെ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ആരൊക്കെയാണ് ഫോറക്സ് മാർക്കറ്റിലെ പ്രധാനപ്പെട്ട പാർട്ടിസിപ്പൻസ് എന്ന് നമുക്ക് നോക്കാം. അതിൽ ഏറ്റവും ആദ്യമായിട്ട് വരുന്നത് സെൻട്രൽ ബാങ്കുകളാണ്. നമ്മുടെ ഇന്ത്യയിലെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് വരുന്നത്. ഇനി US എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ ഫെഡറൽ റിസർവ് ആണ് വരുന്നത്. അവർ ഫോറക്സ് മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. കൂടാതെ കൊമേഴ്ഷ്യൽ ബാങ്കുകളും ഫോറക്സ് മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. പിന്നെ വലിയ കോർപ്പറേറ്റുകളും നമ്മുടെ ഈ ഒരു ഫോറക്സ് മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. പിന്നെ ഓൾറെഡി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ റീറ്റെയിൽ ട്രേഡേഴ്സിനെ പറ്റിയിട്ട്. സാധാരണ ആൾക്കാരാണ്, പക്ഷേ ഇവർക്ക് എഗെയിൻസ്റ്റ് നിൽക്കുന്ന മറ്റൊരു ടൈപ്പ് ഓഫ് ട്രേഡേഴ്സും ഉണ്ട്. അവർ വിളിക്കുന്ന പേരാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സ്. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സ് ആരാണ് എന്ന് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കണം. ഒരു വലിയ ഹെഡ്ജ് ഫണ്ട് ആവാം, അതുപോലെ തന്നെ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി ആകാം, ഇൻഷുറൻസ് കമ്പനീസ് ആകാം. അപ്പോൾ വലിയ വലിയ കമ്പനീസ് അവർ ചിലപ്പോൾ മില്യനോ ബില്യനോ അല്ലെങ്കിൽ ട്രില്യൺസ് ഓഫ് ഡോളേഴ്സ് യൂസ് ചെയ്തുകൊണ്ടാണ് ഫോറക്സ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും വലിയൊരു എമൗണ്ട് യൂസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്ന വലിയ വലിയ കമ്പനീസിനെയാണ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മുടെ റീറ്റെയിൽ ട്രേഡർ ഒരു കറൻസി പെയർ മേടിക്കുകയോ വിൽക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിനെ അത് മൂവ് ചെയ്യിക്കാറില്ല. അതേസമയം നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഒരു ഓർഡർ ചിലപ്പോൾ മാർക്കറ്റിനെ മാറ്റി മറിച്ചേക്കാൻ കഴിയുന്ന ഒരു ലെവലിലേക്ക് പോകും. അപ്പോൾ അത്തരത്തിൽ മാർക്കറ്റിനെ മൂവ് ചെയ്യിക്കാൻ കഴിയുന്ന കപ്പാസിറ്റിയുള്ള ആൾക്കാരെയാണ് നമ്മൾ ഈ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കുക, വലിയ വലിയ കമ്പനീസാണ്, വലിയ എമൗണ്ട് യൂസ് ചെയ്തുകൊണ്ടാണ് ഇവർ ഫോറക്സ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്തുകൊണ്ട് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനായിട്ട് നോക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആരാണ് റീറ്റെയിലർ എന്നും ആരാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡർ എന്നും മനസ്സിലാക്കി വെക്കേണ്ടത്. അപ്പോൾ കൃത്യമായിട്ട് ഇതൊന്ന് നോട്ടിൽ എഴുതി വെക്കുക. അപ്പോൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ പഠിച്ചത് മുഴുവനായിട്ട് നമുക്കൊന്ന് റിവേഴ്സ് ചെയ്ത് നോക്കാം. ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഫൈനാൻഷ്യൽ മാർക്കറ്റാണ് നമ്മുടെ ഫോറക്സ് എന്നത്. $7.5 ട്രില്യൺ മുകളിലാണ് ഒരൊറ്റ ദിവസം തന്നെ നമ്മുടെ ഫോറക്സ് മാർക്കറ്റിൽ വന്നു പോകുന്നത്. കൂടാതെ 24 മണിക്കൂർ ഫോറക്സ് മാർക്കറ്റ് ഓപ്പൺ ആണ് 5 ദിവസം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ജോലിയുള്ള ഒരാളാണെങ്കിൽ പോലും ജോലിയെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം വന്നിരുന്ന് ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഫോറക്സ് മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ സെൻട്രൽ ബാങ്ക് വരുന്നുണ്ട്, കൊമേഴ്ഷ്യൽ ബാങ്ക് വരുന്നുണ്ട്, അതുപോലെ തന്നെ കോർപ്പറേറ്റുകൾ വരുന്നുണ്ട്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നേരത്തെ പഠിച്ചു പോയതുപോലെ ആരാണ് റീറ്റെയിൽ ട്രേഡേഴ്സും അതുപോലെ തന്നെ ആരാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സ് എന്നും കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെഷനാണ്. ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ പഠിച്ച് മനസ്സിലാക്കി പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു സെഷൻ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ നമ്മുടെ ആ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ടെലഗ്രാം കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ടാവും. കൃത്യമായിട്ട് എല്ലാവരും എന്ത് ചെയ്യുക, ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് വരുന്ന ഓരോ ഡൗട്ട്സും നമ്മുടെ ആ ഒരു ടെലഗ്രാം കമ്മ്യൂണിറ്റിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആ ഒരു ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് തരുന്നതാണ്. കൂടാതെ ബാക്കി അപ്ഡേറ്റും കാര്യങ്ങളും എല്ലാം നമ്മുടെ ആ ടെലഗ്രാം ചാനലിൽ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് നമ്മുടെ ആ ടെലഗ്രാം ഗ്രൂപ്പിലും കൂടെ ഒന്ന് ജോയിൻ ചെയ്തേക്കുക. കൂടാതെ ഇപ്പോൾ തന്നെ ഈ ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ റിയൽ ടൈമായിട്ട് തന്നെ നിങ്ങൾക്ക് അപ്ഡേറ്റ് കിട്ടുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.